നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലൊന്ന് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു സെറ്റിങ്സ് കാണാൻ സാധിക്കും. സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ള ഒരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഇത് നിങ്ങളുടെയൊക്കെ ഫോണിനകത്തുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ഇതെങ്ങനെ എടുക്കുന്നതെന്ന് ഞാൻ വീഡിയോക്ക് അവസാനം കാണിച്ചു തരാം. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. തീർച്ചയായിട്ടും നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. കാരണം നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും അതുപോലെ തന്നെ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് തുടങ്ങി നമ്മുടെ ഫോട്ടോസ്, വീഡിയോസ്, നമ്മുടെ ഫോണിനകത്തുള്ള ഡാറ്റകൾ എല്ലാം സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ തന്നെ ഈ ഒരു ഫീച്ചറുണ്ട്. ഇതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ഇതെങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതും ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മുടെ വാട്സപ്പിനോ ഫേസ്ബുക്കിനോ നമ്മുടെ ഫോണിനകത്തോ നമ്മുടെ ഡാറ്റകൾ ചോർത്തിക്കൊണ്ട് പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് വളരെ വേഗത്തിൽ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ആ സെറ്റിങ്സ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതും അത് ഏതാണ് സെറ്റിങ്സ് എന്നുള്ളതൊക്കെ ഞാൻ വിശദമായിട്ട് കാണിച്ചുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തിൽ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ആദ്യം ഇവിടെ കാണിച്ചു തരുന്നത് എൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിലാണ്. എൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫീച്ചർ ഇവിടെ കാണാം, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ളത്. അതിനകത്ത് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്ഷൻ കാണും. ചില ഫോണിനകത്ത് ഇങ്ങനെ കാണില്ല, പക്ഷേ ഇത് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും ആദ്യത്തിൽ തന്നെ ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ ഫോണിനകത്തുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. കാരണം നമ്മുടെ ഫോണിൻ്റെ സിസ്റ്റം അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഏത് സമയവും നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാനും അതുപോലെ തന്നെ മാൾവെയർ അറ്റാക്ക് നടത്താനൊക്കെ വളരെ ഈസി ആയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഏത് ഫോണിനകത്തും അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ഫോണും അപ്ഡേറ്റ് തരുന്നത് ആ ഫോണിനകത്ത് എന്തെങ്കിലും ബഗ്ഗായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഫോണിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, മാനുഫാക്ചറിങ് മിസ്റ്റേക്കിലോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്ഡേറ്റ് വരുന്നത്. പലപ്പോഴും ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈൽ ഫോണുകളൊക്കെ അപ്ഡേറ്റ് ചെയ്താൽ പലപ്പോഴും ഫോണിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും അധികവും നമ്മുടെ ഫോണിനകത്ത് എന്തെങ്കിലും ബഗ്ഗായിട്ടുള്ള വൈറസോ മറ്റോ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സൂക്ഷ്മതയിൽ അത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫോൺ അപ്ഡേറ്റ് തരുന്നത്. അതുകൊണ്ട് അപ്ഡേറ്റ് ഉണ്ടോ എന്നുള്ളത് ഇവിടെ വെച്ച് നമുക്ക് ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ അപ്ഡേറ്റ് ഉണ്ടോ എന്നുള്ളത് കാണാൻ സാധിക്കും. ഇവിടെ കാണാം എൻ്റെ ഫോണിനകത്ത് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഫോണിനകത്ത് ആൻഡ്രോയിഡ് വേർഷൻ 14 ആണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സെക്യൂരിറ്റി അപ്ഡേറ്റ് ജൂലൈ 1, 2025 അപ്ഡേറ്റ് ചെയ്തിരുന്നത്. 2025 ജൂലൈയിലാണ് അവസാനമായിട്ട് അപ്ഡേറ്റ് ചെയ്തതെന്നും ലാസ്റ്റ് അപ്ഡേറ്റ് നടന്നത് 12 മണിക്കാണെന്നും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ ചെക്ക് ഫോർ അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണൊന്ന് ചെക്ക് ചെയ്യും. ഇനി ഏതെങ്കിലും അപ്ഡേറ്റ് വരാനുണ്ടോ, അപ്ഡേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ ബാക്കിയുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് കാണിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഫോണിനകത്ത് 50%, 50% മുകളിൽ നിങ്ങളുടെ ഫോണകത്ത് ചാർജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിനകത്ത് ഇൻ്റർനെറ്റ് ഉണ്ടായിരിക്കണം. ഈ സമയത്താണ് നിങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ അപ്ഡേഷൻ നടക്കണമെങ്കിൽ ഇൻ്റർനെറ്റ് ആവശ്യമാണ്. നിങ്ങളുടെ ഒരു ഫോണിന് സ്റ്റോറേജ് വേണം. കാരണം നിങ്ങളുടെ പുതിയ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു ഡാറ്റ ഇൻ്റർനെറ്റ് ഡൗൺലോഡ് ചെയ്യപ്പെടും. നിങ്ങളുടെ ഒരു സിസ്റ്റം അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്യപ്പെടും. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യപ്പെടും. അതിനുശേഷം നിങ്ങളുടെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആയിട്ട് ഓൺ ആകും. നിങ്ങളുടെ ഡാറ്റ ഒന്നും മിസ്സാകില്ല. ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇത് ഓൾറെഡി അപ്ഡേറ്റഡ് ആണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. താഴെ മറ്റൊരു ഓപ്ഷൻ കൂടെ കാണാം, റിവ്യൂ ആപ്പ് വിത്ത് ഫുൾ ഡിവൈസ് ആക്സസ്. നമ്മുടെ ഫോണിനകത്ത് ഓരോ ആപ്പുകളും എന്തൊക്കെ പെർമിഷൻസ് എടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷനാണ്. ഇവിടെ താഴെ 2 ഓപ്ഷൻ ഉണ്ട്, റിമൂവ് ആക്സസ് എന്നുള്ളതും വ്യൂ ആപ്സ് വിത്ത് ഫുൾ ആക്സസ് എന്നുള്ള ഓപ്ഷൻ. ഇവിടെ നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന റിമൂവ് ആക്സസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആക്സസും നമ്മുടെ ഫോണിൽ നിന്ന് നമ്മുടെ ഏതെങ്കിലും പെർമിഷൻസുകൾ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും. ഇനി ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക. നമ്മുടെ ആപ്പ് സെക്യൂരിറ്റി കാണുന്നത് ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ സൈഡിലും ഗ്രീൻ ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. ഡിവൈസ് അൺലോക്ക്, അക്കൗണ്ട് സെക്യൂരിറ്റി, ഡിവൈസ് ഫൈൻഡർ, സിസ്റ്റം അപ്ഡേറ്റ്സ് എന്ന് കാണാൻ സാധിക്കും. ഇതെല്ലാം ഗ്രീൻ മാർക്കിലാണ് ടിക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഫോണിനകത്ത് ഏതെങ്കിലും റെഡ് മാർക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിനകത്ത് എന്തെങ്കിലും സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടാകും. അത് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ പ്രൈവസി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിനകത്തുള്ള പെർമിഷൻസ് ഏതൊക്കെ പെർമിഷൻസാണ് കൊടുത്തിരിക്കുന്നതെന്നും ഇവിടെ ക്യാമറ ആപ്പുകൾക്ക് വേണ്ടി കൊടുത്ത പെർമിഷൻസും മൈക്രോഫോൺ പെർമിഷൻസ് അങ്ങനെ ഓരോന്നിൻ്റെയും പെർമിഷൻസ് കാണും. നിങ്ങൾ ഓരോന്നും ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ ആപ്പുകളാണ് ആ പെർമിഷൻസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ ആവശ്യമില്ലാത്ത നിങ്ങൾക്ക് തീരെ നിങ്ങൾ ഓപ്പൺ ചെയ്യാത്ത ആപ്പുകൾക്കുള്ള പെർമിഷൻസ് ഒക്കെ ഓഫ് ചെയ്യുക. പിന്നെ അവിടെ താഴെ ലൊക്കേഷൻ ആക്സസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ആപ്പുകൾക്ക് ലൊക്കേഷൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ അതർ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷനിലോ ഓട്ടോ ഫീൽഡിലോ ഒക്കെ ആയിട്ട് നമ്മുടെ കൂടുതൽ സെക്യൂരിറ്റി
ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കൂടുതൽ സെറ്റിങ്സുകൾ കാണും. ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം കൂടെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് തന്നെ ഞാനതൊന്നും കൂടുതൽ പരിശോധിക്കുന്നില്ല. നിങ്ങൾക്ക് ആപ്പ് ലോക്കും ഹൈഡ് ആപ്സും പ്രൈവറ്റ് സേഫൊക്കെ പ്രത്യേകം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ആപ്പ് ലോക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓരോ ആപ്പുകൾക്കും പ്രത്യേകം ലോക്ക് ഇടാനും ഹൈഡ് ആപ്പുകൾ നമുക്ക് ആപ്പുകൾ ഒളിപ്പിച്ച് വെക്കാനും പ്രൈവറ്റ് സേഫ് ആയിട്ടുള്ള ആപ്പുകളുണ്ട്. ഇതെല്ലാം നമുക്ക് പ്രത്യേകം കാണാനും അതിനകത്ത് ഏതെങ്കിലും ആപ്പുകൾ നിങ്ങളുടെ ഫോണിനകത്ത് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനും അത്തരം സെക്യൂർ അല്ലാത്ത ആപ്പുകൾ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയാനൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഞാനിപ്പോൾ നോട്ടിഫിക്കേഷൻ ബാറിൽ നിന്നാണ് ഈ ഒരു ഫീച്ചർ എടുത്തത്. ഇനി നിങ്ങളുടെ ഫോണിനകത്ത് ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ ബാറിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സിനകത്ത് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫീച്ചറിലേക്ക് എത്തും. ഇനി നിങ്ങളുടെ ഫോണിനകത്ത് ഇത്തരത്തിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ള സെറ്റിങ്സ് കാണുന്നില്ലെങ്കിൽ സെറ്റിങ്സിൽ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിനകത്തുള്ള ആ സെറ്റിങ്സ് കാണാൻ സാധിക്കുകയും അത് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.